ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരുണയും അനുഗ്രഹവും അനുഭവിച്ച് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്കൊരു വിരുന്നവൻ ഒരുക്കിടുന്നു, എന്നുടെ വൈരികളിൻ നടുവിൽ. ശിരസിനെ എന്നും തൃക്കൈകളാൽ അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാനപാത്രമെന്നെന്നും നിറഞ്ഞിടുന്നുന്നതൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവ തന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവ തന്നാലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവയാം ദൈവമെൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ജ്ഞാനം 3:9. ദ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3 വേഴ്സ് 9. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ജ്ഞാനം 3:9 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം പാടി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ കരുണയും നന്മയും എന്നെ ആയുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവ തൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. സഹനത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളെയാണ് ഈ വചനം പ്രത്യേകമായി അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ സ്വീകരിക്കാൻ തക്കവിധം നമ്മുടെ ബോധത്തെ നമ്മൾ കർത്താവിങ്കിലേക്ക് തുറക്കുകയാണ്. ചില നേരത്ത് ജീവിതം തന്നെ അനീതി കൊണ്ട് നമ്മളെ വേട്ടയാടുന്നുവെന്ന് തോന്നുന്ന നേരത്ത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയെന്ന് സങ്കടപ്പെടുന്ന നേരത്ത്, എനിക്കെന്താണ് ഒരു നല്ല കാലം വരാത്തത്, കഷ്ടതയുടെ ദുരിതത്തിൻ്റെ കാലം എന്തേ എന്നിൽ നിന്ന് അകന്നു പോകുന്നില്ല എന്ന് പരിദേവനപ്പെടുന്നു. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്നൊരു പ്രകാശമുണ്ട്. അപ്പോൾ നാം തിരിച്ചറിയും, നാം അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും, അവിടുത്തെ കരുണയും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാകും, അവിടുന്ന് നമ്മളെ പരിപാലിക്കും. ഈ സത്യം നമ്മൾ ഗ്രഹിക്കും. Some truths are learned not by thinking but by trusting. Some truths are learned not by thinking but by trusting. ചില സത്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ആലോചിച്ചോ വായിച്ചോ അല്ല, മറിച്ച് ആശ്രയിച്ചാണ്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്ന സത്യം. ഈ നോമ്പ് കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയാണ്. എല്ലാത്തിനെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഒന്ന് കാണാൻ. സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ വാക്കുകൾ, ഫെയ്ത്ത് ഗ്രോസ് when we dare to trust in darkness. Faith grows when we dare to trust in darkness. ഇരുട്ടിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കാൻ നീ തീരുമാനിക്കുന്നിടത്താണ് നിന്റെ വിശ്വാസം വളരുന്നത്. കണ്ടിട്ട് ആശ്രയിക്കുന്നതിൽ വിശ്വാസം എവിടെ? ഇതാരെ കൊണ്ടും പറ്റുമല്ലോ. ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധം ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട് നിൽക്കുമ്പോഴും അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നു. വിശ്വാസം വളരും, ദൈവത്തിൻ്റെ കരുണ അധികമായി നമ്മളിൽ വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, എന്നെ നീ സത്യം അഭ്യസിപ്പിക്കണമേ, നേര് എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴും നിന്നിൽ ആശ്രയിക്കാൻ എന്നെ ഒരുക്കണേ. കർത്താവേ, നിന്റെ സ്നേഹം എന്നെ നയിക്കട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.